അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധമായ ദുൽഹിജ്ജ മാസം നമ്മളിലേക്ക് സമാഗതമാകാൻ അങ്കുലി പരിമിതമായ ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെട്ട ദിവസങ്ങളാണ്. പരിശുദ്ധമായ റമളാനിലെ അവസാനത്തെ 10-നേക്കാളും ശ്രേഷ്ഠതയുണ്ട് എന്ന് പറയപ്പെട്ട അങ്ങനെ ആളുകൾ കരുതി വരുന്ന ആ പ്രധാനപ്പെട്ട ദിവസങ്ങളിലേക്കാണ് നാം പ്രവേശിക്കാൻ പോകുന്നത്. അള്ളാഹു ആ ദിവസങ്ങളിലെല്ലാം നമുക്ക് ദീർഘായുസ്സും ആരോഗ്യവും ഇബാദത്ത് ചെയ്യാനുള്ള സമയവും സാഹചര്യവും മനസ്സും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആദ്യം തന്നെ ഇത് പറയുന്നവർക്കും കേൾക്കുന്നവർക്കും ഈ വിജ്ഞാനം ഷെയർ ചെയ്ത് പ്രചരിപ്പിക്കുന്നവർക്കുമെല്ലാം അവർക്കും അവരുടെ കുടുംബത്തിനും അള്ളാഹു ബറക്കത്ത് ചൊരിയുമാറാകട്ടെ എന്ന് ആമുഖമായി പ്രാർത്ഥിക്കുകയാണ്. ഈ ദിവസങ്ങളിൽ നാം പാരായണം ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട 30 സൂക്തങ്ങൾ, ആയത്തുകൾ ഉള്ള ഒരു സൂറത്തിനെയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത്. ആ സൂറത്ത് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. എൻ്റെ കൂടെ നിങ്ങൾക്ക് ഓതുകയും ചെയ്യാം. കാരണം ഇത് 1 മുതൽ ദുൽഹിജ്ജ 1 മുതൽ 10 വരെയും ഓതൽ സുന്നത്തുള്ള സൂറത്താണ്. അപ്പോൾ ഒരു പക്ഷേ പോയി ഒളു എടുത്ത് മുസാഫ് എടുത്ത് ഓതാൻ ഒരു സൗകര്യം ഇല്ല എങ്കിൽ നമ്മൾ മറന്നു പോവുകയോ അല്ലെങ്കിൽ മടി കാരണം മാറ്റിവെക്കുകയോ ചെയ്യും. അത് ഉണ്ടാകരുത് എന്ന് കരുതിയിട്ടാണ് ഇത് സ്ക്രീനിൽ കാണിക്കുകയും ഞാൻ നിങ്ങളോടൊപ്പം പാരായണം ചെയ്യാൻ ഉദ്ദേശിക്കുകയും ചെയ്യുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവിധമായ ബറക്കത്തും ചൊരിയുമാറാകട്ടെ. ഞാൻ ഓതുന്നതിന് മുമ്പ് ഇതിൻ്റെ ശ്രേഷ്ഠത പറയാൻ ആഗ്രഹിക്കുകയാണ്. മൻ ഖറഅ സൂറത്തുൽ ഫജ്ർ, ആരെങ്കിലും സൂറത്തുൽ ഫജ്ർ പാരായണം ചെയ്താൽ ഫിൽ ലയാലിൽ അശ്ർ, ആദ്യത്തെ 10 ദിവസങ്ങളിൽ, ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 രാവുകളിൽ രാത്രികളിൽ, അഥവാ നാളെ ദുൽഹിജ്ജ് 1 ആണെന്ന് ഇന്ന് അറിയിപ്പ് ലഭിച്ചാൽ, ഇന്ന് നാം പിറ കണ്ടു കഴിഞ്ഞാൽ ആ സന്ധ്യ മുതൽ നമുക്ക് 10 ദിവസം വരെയും പ്രത്യേകമായി പാരായണം ചെയ്താൽ കൂലി കിട്ടും. ഗുഫിറ ലഹു, അവൻ്റെ സർവ്വ പാപങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കുന്നതാണ് എന്നാണ് ഈ സൂറത്തിൻ്റെ ആ ദിവസങ്ങളിൽ ഓതിയാലുള്ള ഗുണത്തെക്കുറിച്ച് പ്രത്യേകമായി പറയുന്നത്. വമൻ ഖറഅഹ ഫീ സാഇരിൽ അയ്യാം, ആരെങ്കിലും എല്ലാ ദിവസവും ഈ സൂറത്തിനെ ഹൃദയം കൊണ്ട് സ്നേഹിച്ചുകൊണ്ട് പാരായണം ചെയ്താൽ കാനത്തു ലഹു നൂറുൻ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അവനിൽ ഒരു വലിയ പ്രകാശം ഉണ്ടാകും. സൂറത്തുൽ ഫജ്റിൻ്റെ പ്രകാശവുമായിട്ടാണ് നാളെ ജനസഹസ്രാബ്ദങ്ങൾ ഒരുമിക്കുന്ന മഹ്ശറയിൽ ഈ സ്ഥിരമായി ഫജ്ർ ഓതിയ മനുഷ്യൻ കടന്നു വരുന്നത്. അതുകൊണ്ട് തന്നെ ഇത് പാരായണം ചെയ്യുക എന്നുള്ളത് ദുൽഹിജ്ജ മാസത്തിലെ 10 ദിവസം പ്രത്യേകമായ സുന്നത്താണ്. അത് മാത്രമല്ല ബാക്കി എല്ലാ ദിവസങ്ങളിലും സുന്നത്താണ്. ഇനി ഒന്നും കൂടെ പറയട്ടെ, 27-ാമത്തെ ആയത്ത് മുതൽ, അഥവാ 30 ആയത്തുകളുള്ള ഈ സൂറത്തിലെ 27-ാമത്തെ ആയത്ത് മുതൽ മരണ വീട്ടിൽ പ്രത്യേകം ഓതൽ സുന്നത്തുണ്ട്. യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാളിയതൻ മർളിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. വിശ്വാസികൾ മരണപ്പെട്ടു പോയാൽ അവരുടെ ഭവനങ്ങൾ സന്ദർശിക്കുന്ന സമയത്ത് നാം ഫാത്തിഹയും സൂറത്തു യാസീനും ഇഖ്ലാസും മുഅവ്വദത്തൈനിയും എല്ലാം പാരായണം ചെയ്യുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഈ ആയത്തും പാരായണം ചെയ്യാവുന്നതാണ്. അതും ഒരു വലിയ അനുഗ്രഹമുള്ള, നന്മയുള്ള, പ്രതിഫലമുള്ള ഒരു അമലാണ് എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഖവാസുൽ ഖുർആൻ, അതുപോലെ തന്നെ ഫളാഇൽ ഖുർആൻ തുടങ്ങിയ ഗ്രന്ഥങ്ങളിൽ അതിൻ്റെ ശ്രേഷ്ഠത പറയുന്ന സ്ഥലത്ത് അപ്രകാരം എഴുതിയതായി വായിച്ചതായി ഓർക്കുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, സ്ക്രീനിൽ കാണുകയാണ്, നാം പാരായണം ചെയ്യുന്നു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വൽ ഫജ്രി വലയാലിൻ അശ്ർ വശഫഇ വൽ വത്ർ والليل إذا يسر هل في ذلك قسم لذي حجر ألم تر كيف فعل ربك بعاد إرم ذات العماد
التي لم يخلق مثلها في البلاد وثمود الذين جابوا الصخر بالواد وفرعون ذي الأوتاد الذين طغوا في البلاد فأكثروا فيها الفساد فصب عليهم ربك صوت عذاب إن ربك لبالمرصاد فأما الإنسان إذا ما ابتلاه ربه فأكرمه ونعمه فيقول ربي أكرمن وأما إذا ما ابتلاه فقدر عليه رزقه فيقول ربي أهانن كلا بل لا تكرمون اليتيم ولا تحاضون على طعام المسكين وتأكلون التراث أكلا لما وتحبون المال حبا جما كلا إذا دكت الأرض دكا دكا وجاء ربك والملك صفا صفا وجيء يومئذ بجهنم يومئذ يتذكر الإنسان وأنى له الذكرى يقول يا ليتني قدمت لحياتي فيومئذ لا يعذب عذابه أحد ولا يوثق وثاقه أحد يا أيتها النفس المطمئنة ارجعي إلى ربك راضية مرضية فادخلي في عبادي وادخلي جنتي. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സ്വർഗ്ഗപ്രവേശനം നൽകുമാറാകട്ടെ. സ്വദഖല്ലാഹു മൗലാനൽ അലിയുൽ അളീം. അപ്പോൾ ഇതാണ് സൂറത്തുൽ ഫജ്ർ. ഒരു പക്ഷേ യാത്രയിലും തിരക്കുകൾക്കിടയിലും ഉളു എടുത്ത് മുസാഫ് എടുത്ത് വെച്ച് ഓതുവാൻ ബുദ്ധിമുട്ടുള്ളവർ അവരുടെ സ്ക്രീനിൽ തെളിഞ്ഞു വരുന്ന ആ ഫജ്ർ എന്നോടൊപ്പം ഓതിയാൽ നമുക്ക് കുറച്ചും കൂടി എളുപ്പമാണ്. അതല്ലാതെ ഉളു എടുത്ത് മുസാഫ് എടുത്ത് റാഹത്തായിരുന്ന ഓതലാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രതിഫലവും ശ്രേഷ്ഠതയും. ജനാബത്തല്ലാത്ത വലിയ ശുദ്ധിയില്ലാത്ത സമയങ്ങളിലൊക്കെയും ഉളു വേണമെന്നില്ല പരിശുദ്ധമായ ഖുർആൻ ഓതാൻ. നമ്മുടെ മൊബൈലിരിക്കുന്ന ആ ഖുർആൻ നോക്കി നമുക്ക് ഓതാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ സൗകര്യത്തിന് വേണ്ടിയാണ് ഞാൻ ഇപ്പോൾ അത് സ്ക്രീനിൽ കാണിക്കുകയും അത് നിങ്ങളോടൊപ്പം പാരായണം ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്നും ഇത് സ്വീകരിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. ഈ ദിവസങ്ങളിൽ നാം ചെയ്യേണ്ട 6 കാര്യങ്ങളെക്കുറിച്ചാണ് ഓർമ്മപ്പെടുത്തുന്നത്. ഈ ദുൽഹിജ്ജ മാസം പ്രവേശിച്ചു കഴിഞ്ഞാൽ നാം മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ദിവസങ്ങളാണ്. അതായത് റമളാനിൻ്റെ അവസാനത്തെ രാവുകളിലാണ് സാധാരണയായി നമ്മളെല്ലാം പവിത്രതയിൽ ഒന്നാമത്തെ സ്ഥാനം കൊടുക്കുന്നതെങ്കിൽ അതിനേക്കാളും ശ്രേഷ്ഠമാണ് എന്ന് പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ട ദിനരാത്രികളാണ് നമ്മളിലേക്ക് കടന്നു വരുന്നത്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ദിവസം, അള്ളാഹുവിന് മാമിൻ അയ്യാമിൽ അമലി സ്വാലിഹി ഫീഹ, അള്ളാഹുവിന് സ്വാലിഹായ അമൽ ചെയ്യുന്നതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് അത് ദുൽഹിജ്ജ മാസത്തിലെ 10 ദിവസങ്ങളാണ്. വലൽ ജിഹാദു ഫീ സബീലില്ലാഹ്, അള്ളാഹിന്റെ റസൂലിനോട് ഈ ഹദീസ് പറഞ്ഞപ്പോൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നതിനേക്കാളും നബിയെ അതാണോ ഇഷ്ടം? അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞ അതെ, ആ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നതിനേക്കാളും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ മറ്റെന്തെല്ലാം അമൽ ചെയ്യുന്നതിനേക്കാളും ഈ 10 ദിവസം ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 ദിവസം
നിങ്ങൾ അമലുകൾ ചെയ്യുമ്പോൾ ശ്രേഷ്ഠമായത് തിരഞ്ഞെടുത്ത് വളരെ കൃത്യമായി നാം നമ്മുടെ ജീവിതത്തിൽ അമലുകൾ ചെയ്യാൻ ശ്രമിക്കുക. സാധാരണ നമ്മളിലേക്ക് സംഭവിക്കാൻ സാധ്യതയുള്ള തെറ്റുകുറ്റങ്ങൾ അതിൽ നിന്ന് പാടെ മാറി നിൽക്കുക. ഒരു 6 കാര്യങ്ങൾ നിങ്ങളോട്, എന്നോട്, എൻ്റെ ശരീരത്തിനോടും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോടും ഈ ദിവസത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറയുകയാണ്. 1, നാം ഒരുപാട് തെറ്റ് ചെയ്തവരാണ്, ഒരുപാട് പാപങ്ങൾ ചെയ്തവരാണ്. അതാരും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് തന്നെ അറിയാം ഞാൻ എന്തെല്ലാം തെറ്റുകുറ്റങ്ങളിൽ പ്രവേശിച്ചു പോയി. ഒരു എണ്ണമോ കണക്കോ ഇല്ലാതെ നാം നമ്മുടെ തെറ്റുകളിലേക്ക്, അതിൻ്റെ കൂമ്പാരങ്ങളിലേക്ക്, തെറ്റുകളുടെ മലമ്പാതകളിലേക്ക് വലിഞ്ഞു കയറിയവരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ ദിനരാത്രങ്ങൾ അത് പൊറുപ്പിക്കാൻ വേണ്ടി, അതിൽ നിന്നൊരു മോചനം ലഭിക്കാൻ വേണ്ടി നാം തിരഞ്ഞെടുക്കണമെന്നാണ് എൻ്റെ ശരീരത്തിനോടും നിങ്ങളോടും എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് തൗബ, ഇന്നല്ലാഹ യുഹിബ്ബു തവ്വാബീൻ, സൂറത്തുൽ ബഖറയിൽ നമുക്ക് കാണാം അല്ലാഹു സുബ്ഹാനഹു വ തആല തൗബ ചെയ്യുന്നവരെ അങ്ങേയറ്റം ഇഷ്ടപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നാം ചെയ്തു പോയ, ഒരുപക്ഷെ കള്ള് കുടിച്ചിട്ടുണ്ടാകും, വ്യഭിചാരത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടാകും, അതുപോലെ തന്നെ തോന്നിവാസങ്ങൾ ചെയ്തിട്ടുണ്ടാകും, കുറ്റങ്ങൾ അധികവും സംഭവിച്ചിട്ടുണ്ടാകും, നിസ്കാരം നഷ്ടപ്പെട്ട ദിവസങ്ങളുണ്ടാകും, അതുപോലെ തന്നെ മാതാപിതാക്കളെ വെറുപ്പിച്ച സംസാരങ്ങളും ചലനങ്ങളും ഒക്കെ ഉണ്ടാകും, പരസ്പരം വിദ്വേഷവും വെറുപ്പുമൊക്കെയായി ജീവിക്കുന്നവരുണ്ടാവും. അതിൽ നിന്നെല്ലാം മാറി പശ്ചാത്തപിച്ച് ആ അടിമകളോടുള്ള കണക്കുകൾ അവരോട് പറഞ്ഞു തീർത്ത് അള്ളാഹുവിനോടുള്ള കണക്കുകൾ നാം പറഞ്ഞു തീർക്കേണ്ട, പാപമോചനം ചോദിക്കേണ്ട ഏറ്റവും ശ്രേഷ്ഠമായ റമളാനിൻ്റെ ആ അവസാനത്തെ 10 നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പള്ളികളിലെല്ലാം കൂട്ടക്കരച്ചിലും തൗബയും ഖുർആൻ പാരായണവും ഒക്കെയായി നിറഞ്ഞു നിൽക്കുന്ന ആ 10 ദിവസത്തെക്കാളും ശ്രേഷ്ഠതയുള്ള ഈ 10 ദിവസം നാം ഒരിക്കലും തൗബയിൽ നിന്ന് മാറി, നമ്മുടെ മനസ്സ് അള്ളാഹുവിൽ നിന്ന് മാറി സഞ്ചരിക്കാനേ പാടില്ല. അതുകൊണ്ട് തൗബ ചെയ്യുക. റബ്ബേ, ഞാൻ ഇന്ന പ്രവർത്തികൾക്ക് ചെയ്തു പോയി, എൻ്റെ സാഹചര്യങ്ങൾ, എൻ്റെ ശരീരത്തിൻ്റെ ആഗ്രഹങ്ങൾ, ദുരാഗ്രഹങ്ങൾ പിശാചിൻ്റെ കെണിവലയിൽ പെട്ടുപോയതാണ്. നീ എനിക്ക് മാപ്പ് ചെയ്യണമെന്ന് അള്ളാഹുവിനോട്, ജഗന്നിയന്താവായ ഇലാഹിനോട് കരഞ്ഞ് പ്രാർത്ഥിച്ച് തൗബ ചെയ്യേണ്ട ആ 10 ദിവസങ്ങളാണ്. അതിന് തൗബ ചെയ്യാൻ ഈ 10 ദിവസങ്ങൾ നാം തിരഞ്ഞെടുക്കണം എന്ന് എൻ്റെ ശരീരത്തിനോടും പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോടും ഓർമ്മിപ്പിക്കുകയാണ്. അതേപോലെ തന്നെ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സാധാരണ നമ്മുടെ ജീവിതത്തിൽ വരുന്ന ചെറിയ ചെറിയ ജല്ലാത്തുകൾ, തെറ്റുകുറ്റങ്ങൾ, നമ്മളത് ഒന്നുകിൽ അത് ശ്രദ്ധിക്കാതെ പോകുന്നതാവും. അങ്ങനെയുള്ള ചെറുതുപോലും ഈ ദിവസങ്ങളിൽ സംഭവിക്കാൻ പാടില്ല. കാരണം അള്ളാഹു ബഹുമാനിച്ച, അള്ളാഹു യുദ്ധം ഹറാമാക്കിയ അള്ളാഹുവിൻ്റെ അടിമകൾ അതാ പരിശുദ്ധമായ കഅബാലയത്തിനും പരിസരങ്ങളിലും അതാ എല്ലാം സമർപ്പിച്ചുകൊണ്ട്, സമ്പത്തും ശരീരവും മനസ്സും സമർപ്പിച്ചുകൊണ്ട് ഇബാദത്തിൽ മുഴുകിയിരിക്കുന്ന ഈ സന്ദർഭത്തിൽ മുസ്തലിഫയിലും അറഫാത്തുകളിലും ജംറകളിലും മിനകളിലും അതുപോലെ തന്നെ പരിശുദ്ധമായ മസ്ജിദുൽ ഹറാമിൻ്റെ പരിസരത്തും സഫാ മർവ കുന്നുകൾക്കിടയിലുമെല്ലാം അവർ സമർപ്പണത്തിൻ്റെ 1000 ഇബാദത്തുകൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ മലക്കുകളെ നോക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, അല്ലയോ മലക്കുകളെ, ഇവരെ സൃഷ്ടിക്കാൻ നേരത്ത് നിങ്ങളൊരു അഭിപ്രായം പറഞ്ഞു, രക്തം ചീന്തുന്ന വർഗത്തിനെ നീ എന്തിനാണ് റബ്ബെ സൃഷ്ടിക്കുന്നത്? നിനക്ക് ഇബാദത്ത് ചെയ്യാൻ ഞങ്ങളിവിടെ ഉണ്ടല്ലോ എന്ന് ചോദിച്ച ആ കൂട്ടരെ അതാ ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മിനായിലെ തമ്പുകളിൽ ഇബാദത്തിലാണ്, അതുപോലെ തന്നെ മുസ്തലിഫാത്തുകളിൽ ഇബാദത്തിലാണ്, ജംറകളിൽ പൈശാചിക പ്രേരണകളെ എറിഞ്ഞു തോൽപ്പിക്കുന്ന എറിയൽ കർമ്മം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സഫാ മർവ കുന്നുകളുടെ ഇടയിൽ അവർ ഇങ്ങനെ 395 മീറ്റർ 7 വട്ടം അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ട് അതേ ദിക്റുകളും സ്വലാത്തുകളും ചൊല്ലി ഇബാദത്തിലാണ്. അവർ അറബ് നടത്തുകയാണ്, അവർ ഫിദിയ കൊടുക്കുകയാണ്, അവർ ഹദിയ കൊടുക്കുകയാണ്. അങ്ങനെ എല്ലാവരും ഒരേ വേഷത്തിൽ, രാജാവും പ്രജയും ഒരേ വേഷത്തിൽ, ഒരേ നിലയിൽ, ഒരേ തുല്യമായി, ഒരു വ്യത്യാസവുമില്ലാതെ സമർപ്പണത്തിൻ്റെ ഏറ്റവും വലിയ ആത്മീയ സമ്മേളനം അറഫയിൽ നടക്കുമ്പോൾ നാം നാടുകളിലിരുന്ന് ഒരു ചെറിയ കുറ്റം പോലും ചെയ്യുന്നത് അള്ളാഹുവിൻ്റെ കോപം വരുത്തി വെക്കാൻ കാരണമാകും. അതുകൊണ്ട് 6 കാര്യങ്ങളിൽ
രണ്ടാമതായി സൂചിപ്പിക്കാനുള്ളത് എല്ലാ തിന്മകളിൽ നിന്നും മാറി നിൽക്കാൻ പരമാവധി ശ്രദ്ധിക്കേണ്ട ദിവസങ്ങളാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പള്ളികളിൽ വരുമ്പോൾ അനാവശ്യമായ സംസാരം, വീടുകളിൽ ബന്ധുക്കളുമായി അനാവശ്യ സംസാരം, ഭാര്യ ഭർത്താക്കന്മാരുടെ കശപിശ കൂടുക, അതേപോലെ അയൽക്കാരോടുള്ള പിണക്കങ്ങൾ, ചീത്തവിളികൾ, അതേപോലെ കച്ചവടം ചെയ്യുമ്പോൾ അതാ അറിയാതെ പറ്റിക്കാൻ, നമ്മൾ അറിഞ്ഞോ അറിയാതെയോ അതാ കേടായ തെറ്റായ കച്ചവടങ്ങൾ നടത്തുക തുടങ്ങി നമ്മളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ സാധ്യതയുള്ള ചെറുതും വലുതുമായ സർവ്വതിന്മകളെയും നമ്മുടെ ഈ ദിവസങ്ങളിൽ പ്രത്യേകം മാറ്റി നിർത്താൻ നാം ശ്രമിക്കണം. അല്ലാഹു സുബ്ഹാനഹു തആല സ്വീകരിക്കുമാറാകട്ടെ. മൂന്നാമതായി പറയാനുള്ളത് ഈ ദിവസങ്ങളിലെ നോമ്പാണ്. ദുൽഹിജ്ജ 1 മുതൽ 9 ദിവസം വരെ നമുക്ക് ശ്രേഷ്ഠമായ സുന്നത്ത് നോമ്പുണ്ട്. ആ നോമ്പിന്റെ എത്രയാണ് പ്രത്യേകത? ഖാലൽ ഉലമാ, അതേ ഉലമാക്കൾ പറഞ്ഞു, മൻ സാമ ഹാദിഹിൽ അയ്യാം, ഈ ദിവസങ്ങളിൽ നോമ്പ് പിടിച്ചാൽ അക്രമഹുല്ലാഹു ബി അശ്റത്തി അശ്യാ, 10 കാര്യങ്ങൾ കൊണ്ട് അള്ളാഹു അവനെ ബഹുമാനിക്കും. അൽ ബറക്കത്തു ഫീ ഉംരിഹി, ഈ 1 മുതൽ 9 വരെ അറഫ നോമ്പ് വരെ ആരെങ്കിലും നോമ്പ് പിടിച്ചാൽ അവന്റെ ആയുസ്സിൽ അള്ളാഹു സുബ്ഹാനഹു തആല ബറക്കത്ത് നൽകും. അറഫ നോമ്പ് മാത്രം പിടിച്ചാൽ തന്നെ മുൻ വർഷത്തെയും ശേഷം വരാൻ പോകുന്ന വർഷത്തെയും പാപങ്ങൾ അള്ളാഹു സുബ്ഹാനഹു തആല പുറത്തു തരും. മറ്റൊരു ഹദീസിൽ കാണാം 60 വർഷത്തെ പാപങ്ങൾ പുറത്തു തരും. ആദ്യം മുതൽ അറഫാത്ത് വരെ പിടിച്ചാൽ അവന്റെ ആയുസ്സിൽ അള്ളാഹു വർധനവ്, 9 വരെ പിടിച്ചാൽ, അറഫ വരെ പിടിച്ചാൽ ആയുസ്സിൽ അള്ളാഹു സുബ്ഹാനഹു തആല വർധനവ് നൽകും. വസിയാദത്തു ഫീ മാലിഹി, സമ്പത്തിൽ അള്ളാഹു ബറക്കത്തും വർധനവും നൽകും. വൽഹിഫ്ളു ഫീ ഇയാലിഹി, കുടുംബങ്ങളെ അള്ളാഹു സുബ്ഹാനഹു തആല സംരക്ഷിക്കും. സന്താനങ്ങളുടെ സംരക്ഷണം ഇന്ന് നമ്മുടെ ഏറ്റവും വലിയ ഒരു വിഷമകരമായ ചിന്തയാണ്. പലപ്പോഴും നാം ചിന്തിച്ചു കൂട്ടുന്നത് നമ്മുടെ മക്കളുടെ വളർച്ചയാണ്. അവർ നന്നായി വരുമോ, അവർ പഠിക്കുമോ, അവർ ലഹരിക്കടിമയാകുമോ? ഇന്ന് നമ്മൾ കാണുന്ന കാഴ്ചകളൊക്കെ അത്തരത്തിലുള്ള പേടിപ്പെടുത്തുന്ന, ഉറക്കം നഷ്ടപ്പെടുത്തുന്ന നമ്മളുടെ ചിന്തകളാണ്. അതുകൊണ്ട് നമ്മുടെ കുടുംബത്തിൻ്റെ സംരക്ഷണം, ശാരീരികമായ സംരക്ഷണം, ആത്മീയമായ സംരക്ഷണം ഈ ദിവസത്തിൽ നോമ്പനുഷ്ഠിച്ചാൽ ഉണ്ടാകും. വത്തക്ഫീറു ലിസയ്യിആതിഹി, അതുപോലെ ചെയ്തു പോയ പാവങ്ങൾ, പലരും അറിഞ്ഞാൽ നമ്മൾ അഭിമാനം തകർന്നു വീണു പോകുന്ന ജലാത്തുകളിലേക്ക്, പാപങ്ങളിലേക്ക് നമ്മൾ കയറിപ്പോയവരാണ്. അള്ളാഹു അതെല്ലാം നാളെ മറച്ചു വെക്കും. നമ്മുടെ കർമ്മപുസ്തകം വാങ്ങി നാം മറിച്ചു നോക്കുമ്പോൾ മനുഷ്യന്മാരുടെ മുമ്പിൽ നിന്ദിക്കപ്പെടാതെ നാം രക്ഷപ്പെടും. അള്ളാഹു നമ്മുടെ കർമ്മപുസ്തകത്തിൽ നിന്ന് തെറ്റുകുറ്റങ്ങളെ ഡിലീറ്റ് ചെയ്ത് കളയുന്നതാണ്. അതേപോലെ ഹസനാത്തിഹി, ഒരു നന്മ ചെയ്താൽ ഈ ദിവസങ്ങളിൽ നോമ്പ് പിടിച്ചതിൻ്റെ പേരിൽ ആ നന്മകൾക്കെല്ലാം അള്ളാഹു ഇരട്ടി പ്രതിഫലം എഴുതി വെക്കും. ഈ നോമ്പിനെ മാത്രമല്ല, മറ്റ് നന്മകൾക്കെല്ലാം അള്ളാഹു സുബ്ഹാനഹു തആല വർധനവ് നൽകുന്നതാണ്. പാപങ്ങൾ മറച്ചു വെക്കുന്നതിൻ്റെ നേരെ വിപരീതമാണ്. ചെയ്ത നന്മകൾക്ക് ആ ചെയ്ത കൂലി മാത്രമല്ല, 700ഉം 70ഉം 7000ഉം 7 ലക്ഷവും പ്രതിഫലങ്ങൾ അള്ളാഹു വർദ്ധിപ്പിച്ചു തരും. വത്തസ്ഹീലു സക്കറാത്തി മൗതിഹി, മരണസമയത്ത് എല്ലാവർക്കും സക്കറാത്തുണ്ട്. ഇന്നലിൽ മൗതില സക്കറാത്ത് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഏത് തന്നെ കൊലകൊമ്പനായാലും ആ മരണത്തിൻ്റെ രുചി അറിയുക തന്നെ ചെയ്യും. എല്ലാവരും രുചി അറിയുക തന്നെ ചെയ്യും. നാവിലിട്ട് അരിച്ചലിച്ചിറക്കും പോലെ ഓരോ കോശങ്ങളും ഓരോ ഞാടീനരമ്പുകളും ആ വേദന അനുഭവിക്കുക തന്നെ ചെയ്യും. അത് അള്ളാഹു നമുക്ക് കുറച്ചു തരും. ഈ ദിവസത്തെ നോമ്പുകൾ അനുഷ്ഠിച്ചാൽ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ, അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അതേപോലെ ഖബർ എന്ന് പറഞ്ഞാൽ തന്നെ അത് ഇരുട്ടിൻ്റെ ഒരു വീടാണ്. എല്ലാ പ്രകാശവും അസ്തമിക്കും. അതിൻ്റെ മൂടുപലക ഓരോന്നും ഇടുന്തോറും അതാ അവിടെ ഇരുട്ട് പരക്കുകയാണ്, പിന്നൊന്നും കാണാനില്ല. അവിടെ നമുക്ക് പ്രകാശം വേണമെങ്കിൽ, നമുക്ക് വെണ്മ വേണമെങ്കിൽ, ആ ഖബർ വിശാലമായി പ്രകാശിക്കണമെങ്കിൽ ഈ ദിവസത്തെ നോമ്പ് പിടിച്ചാൽ അതിനൊരു കാരണമാണ് എന്ന് മഹാന്മാർ പഠിപ്പിക്കുകയാണ്. മീസാൻ എന്ന ത്രാസിൽ നമ്മൾ ചെയ്ത നന്മകളും തിന്മകളും എടുത്തു വെക്കുന്നു. അപ്പോൾ നന്മകൾക്ക് ഘനം കൂടാൻ, തിന്മകളെക്കാളും ഭാരം കൂടിയിട്ട് ആ നന്മയുടെ ത്രാസ് താഴെ വന്ന്, ഭാരം കൂടിയിട്ട് താഴെ വന്ന് തട്ടി നിൽക്കാൻ നമുക്ക് ഈ നോമ്പ് ഒരു കാരണമാണ് എന്ന് മഹത്തുക്കൾ പഠിപ്പിക്കുകയാണ്. അതേപോലെ വൻ നജാത്തു, അതേ നമുക്ക് വിജയം,
വസ്ഉദു അലാ ദറജാതിഹി, നമ്മളുടെ പദവികൾ, ഭൗതികമായും ആത്മീയമായുമുള്ള പദവികൾ. നമ്മളിപ്പോൾ ഒരു വാഹനമില്ലാത്ത ആളാണെങ്കിൽ ഈ നോമ്പ് അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ ഒരു വാഹന സൗകര്യം അള്ളാഹു നൽകും. നമ്മളൊരു സ്വന്തമായ ഭവനമില്ലാത്ത ആളാണെങ്കിൽ നമ്മൾ നോമ്പ് അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ അള്ളാഹു അതൊരു ഭവനം തരാൻ കാരണമായ ഒരു അമലാവും. അപ്പോൾ നമ്മുടെ ദറജകൾ വർദ്ധിക്കും, സ്ഥാനം വർദ്ധിക്കും. ഭൗതികവും ആത്മീയവുമായ ജനങ്ങളുടെ ഇടയിലെ സ്ഥാനമാനങ്ങൾ അള്ളാഹു നമുക്ക് വർദ്ധിപ്പിച്ചു തരും. അങ്ങനെ ധാരാളം പ്രതിഫലം ഈ ദിവസത്തിൽ അമല് ചെയ്യുന്നത് കൊണ്ട്, ഇബാദത്ത് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ലഭിക്കുന്നതാണ്. അതുകൊണ്ട് ഈ സൂറത്ത് എല്ലാ ദിവസവും പാരായണം ചെയ്യുക, ഈ കാര്യങ്ങളെല്ലാം നാം അനുഷ്ഠിക്കുക, നോമ്പ് പിടിക്കാൻ ശ്രമിക്കുക. നീ നാലാമത്തെ കാര്യം, എല്ലാ നിസ്കാരങ്ങളിലും യഥാസമയം നിസ്കരിക്കാൻ ശ്രമിക്കുക. ഈ ദിവസങ്ങളിൽ ചെയ്യേണ്ട 6 കാര്യങ്ങളുടെ പ്രത്യേകതയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നോമ്പിൻ്റെ വിഷയം വന്നപ്പോഴാണ് ഒന്ന് വിശാലമായി പറഞ്ഞത്. നാലാമത്തെ കാര്യം, എല്ലാ നിസ്കാരങ്ങളും, ഈ ദിവസങ്ങളിൽ വരുന്ന എല്ലാ ഫർദ് നിസ്കാരങ്ങളും അവ്വൽ വഖത്ത് നിസ്കരിക്കാൻ ശ്രമിക്കുക. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല മാമിൻ അയ്യാമിൻ, ഏതൊരു ദിവസത്തെക്കാളും അഹബ്ബായി അല്ലാഹു ഇഷ്ടപ്പെടുന്നത് ഈ ദിവസത്തിലെ അമലുകളാണ്. അതുകൊണ്ട് അല്ലാഹുവിന് ഇഷ്ടപ്പെടുന്നത് നിസ്കാരം അതിൻ്റെ ആദ്യ വഖത്തിൽ തന്നെ നിർവഹിക്കലാണ്. അതുകൊണ്ട് എല്ലാവരും ജമാഅത്ത് മുടങ്ങാതെ ഫർദ് നിസ്കാരം നിർവഹിക്കാൻ ശ്രമിക്കുക. അതേപോലെ രാത്രികളിൽ തഹജ്ജുദ് ഒഴിവാക്കാതെ നോക്കുക. പരമാവധി 2 റക്അത്ത് 5 മിനിറ്റ് പരമാവധി ഈ 10 ദിവസങ്ങളിൽ തഹജ്ജുദ് ഒഴിവാക്കാതെ നിസ്കരിക്കാനുള്ള വണ്ണമായ പരിശ്രമം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകണം. ആ തഹജ്ജുദ് നിസ്കരിച്ചു കഴിഞ്ഞാൽ ഹിസാബില്ലാതെ അവിടെ ആദ്യമായി എഴുന്നേറ്റ് നിൽക്കുന്നത്, എല്ലാവരും ഉറങ്ങിയ സമയത്ത് നിസ്കരിച്ചവർ എഴുന്നേൽക്കൂ എന്ന് പറഞ്ഞ് തഹജ്ജുദിൻ്റെ ആളുകളെ, അവർ കുറച്ച് ആളുകളുണ്ടാവും, ആ ആളുകളെ അല്ലാഹു ഹിസാബില്ലാതെ സ്വർഗത്തിൽ കൊണ്ടുപോകും. അങ്ങനത്തെ തഹജ്ജുദാണ് എല്ലാ ദിവസവും നിർവഹിക്കേണ്ടതാണ്. എന്നാൽ ഈ ദിവസങ്ങളിൽ പ്രത്യേകമായും അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ദിവസങ്ങളായതുകൊണ്ട് തഹജ്ജുദ് ഒഴിവാക്കാതെ ശ്രമിക്കുക. 6ാമത്തെ കാര്യം, ചാരിറ്റി പ്രവർത്തനങ്ങളിൽ സേവന നിരതരായി നമ്മുടെ ചുറ്റുഭാഗത്തുമുള്ള പാവപ്പെട്ട ആളുകൾ, പെരുന്നാളിൻ്റെ ദിവസങ്ങളാണ്, വസ്ത്രമില്ലാത്തവരുണ്ടാകും. അതേ, സ്കൂൾ തുടങ്ങിയ സമയമാണ്, ഇതുവരെ നോട്ട് ബുക്കുകൾ വാങ്ങാത്തവരുണ്ടാകും, ഇതുവരെ യൂണിഫോം വാങ്ങാത്തവരുണ്ടാകും, ഇതുവരെ മഴക്കാലമാണ്, കുടകൾ വാങ്ങാത്ത മക്കളുണ്ടാകും. അങ്ങനെ പെരുന്നാളുമായി ബന്ധപ്പെട്ട് അവർക്ക് സുഭിക്ഷമായ ഭക്ഷണത്തിനുള്ള വകകൾ എത്തിച്ചു കൊടുക്കുക. ഇറച്ചി മാംസങ്ങൾ ഉളുഹിയ്യത്തിൻ്റെത് ആ അർഹരായ ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കുക. ഉളുഹിയ്യത്ത് മാംസം കൊടുക്കാൻ പറ്റാത്ത ആളുകൾക്ക് അല്ലാത്തത് എത്തിച്ചു കൊടുക്കുക. സഹായങ്ങൾ എല്ലാവരിലേക്കും എത്തിക്കാൻ ശ്രമിക്കുക. സമ്പത്ത് കൊണ്ട് സദക്ക കൊടുക്കുക. അതുപോലെ തന്നെ വസ്ത്രങ്ങൾ വാങ്ങിച്ചു കൊടുക്കുക. പെരുന്നാളിന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി ഈ ദിവസങ്ങളിൽ നാം പുറത്തു പോകുമ്പോൾ, പ്രിയമുള്ളവരെ, യഥാർത്ഥത്തിൽ റമളാനിൻ്റെ അവസാനത്തെ 10-നേക്കാളും ശ്രേഷ്ഠമായ ആ ദിവസങ്ങൾ നമുക്ക് എത്രയാണ് നഷ്ടപ്പെടുന്നത്. ദുൽഹിജ്ജ മാസം ആകാൻ നമുക്ക് കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. ആ പെരുന്നാളിലേക്ക് ആവശ്യമായതൊക്കെ പർച്ചേസ് ചെയ്യാനുള്ളത് ആ മാസം പിറക്കുന്നതിന് മുമ്പ് തന്നെ ഒതുക്കി വെച്ച് കാത്തിരിക്കുക. ആ ദിവസത്തിന് വേണ്ടി കാത്തിരിക്കുക. അത് നമുക്ക് ജീവിതത്തിൽ വരുന്ന വലിയ അനുഗ്രഹങ്ങളാണ്. അങ്ങനെ ചാരിറ്റി പ്രവർത്തനങ്ങളിലേക്ക് നമ്മൾ നീങ്ങിപ്പോയി കഴിഞ്ഞാൽ വളരെ റാഹത്തായി സൽക്കർമ്മങ്ങൾ ചെയ്തവരായി, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അത് ചാരിറ്റി പ്രവർത്തനങ്ങളാണ്. നന്മ മരങ്ങളായി നമുക്ക് തണലുകൾ എത്തിച്ചുകൊണ്ട് പെരുന്നാൾ കിറ്റുകൾ എത്തിച്ചു കൊടുക്കുക. ഭക്ഷണ സാധനങ്ങൾ, അതുപോലെ തന്നെ വസ്ത്രങ്ങൾ, അതുപോലെ തന്നെ മരുന്നുകൾ. ഇനി ഒന്നുമില്ല എങ്കിലും നമ്മുടെ നാടുകളിൽ രോഗികളായി എങ്ങോട്ടും പുറത്തു പോകാൻ കഴിയാതെ വീടിനുള്ളിൽ ഇങ്ങനെ വിഷമിച്ച് രോഗവും മരുന്നും, അതേ, കിടക്കുന്ന കിടപ്പിൽ തന്നെ മലമൂത്ര വിസർജനം ചെയ്യുന്ന രോഗികൾ പോലുമുണ്ട്. സുബ്ഹാന ജല്ല ജലാലുഹു. ആരോഗ്യമുള്ള നമ്മുടെ ഈ സമയത്ത് നമ്മളതിൻ്റെ പ്രയാസം അറിഞ്ഞിട്ടുണ്ടാവില്ല. അവരെടുക്കൽ ഒരു 10 മിനിറ്റ് നിനക്ക് പോയി ഇരുന്ന് വെറും കഥകൾ പറയാൻ സമയം കിട്ടിയെങ്കിൽ, ആശ്വാസത്തിൻ്റെ വചനങ്ങൾ പറയാൻ സമയം കിട്ടിയെങ്കിൽ, അള്ളാഹു നമുക്കെല്ലാം പുറത്തു തരും. അള്ളാഹു പാപം പൊറുക്കുന്നവനാണ്, പൊറുക്കുന്നവരെ തൗബ ചെയ്യുന്നവരെ ഇഷ്ടപ്പെടുന്നവനാണ് എന്നുള്ള നല്ല നല്ല സുവിശേഷങ്ങൾ പറഞ്ഞ് അവരുടെ അടുത്തൊരു 10 മിനിറ്റ് ഇരിക്കാൻ, അവർക്കൊരു നേരം പോക്കാകാൻ നിന്റെ ശരീരത്തിന് സാധിക്കുമെങ്കിൽ കൊടുക്കാനില്ല. അതേപോലെ തന്നെ സദഖകൾ ചെയ്യാൻ സമ്പത്തില്ല, എന്നാലും നിനക്ക് പോയിരിക്കാൻ കഴിയുന്നുവെങ്കിൽ
അതാണ് ഈ ദിവസങ്ങളിൽ ചെയ്യുന്ന ഏറ്റവും ശ്രേഷ്ഠമായ ഇബാദത്തുകളിൽ ഒന്ന് എന്ന് ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് ഈ 6 കാര്യങ്ങൾ നാം ഈ ദിവസങ്ങളിൽ പ്രത്യേകമായി ശ്രദ്ധിക്കണമെന്നും സൂറത്തുൽ ഫജ്ർ നമ്മൾ സ്ക്രീനിൽ കണ്ടതുപോലെ കൂടെ ഓതി ഓരോ ദിവസവും അത് നാം കരുതണമെന്നും 1 മുതൽ 9 വരെ നോമ്പ് പിടിക്കാൻ പറ്റുന്നവർ അത് അനുഷ്ഠിക്കണമെന്നും അല്ലാത്തവർ 8ഉം 9ഉമെങ്കിലും പിടിക്കണമെന്നും അതിനും കഴിയാത്തവർ അറഫ നോമ്പെങ്കിലും പിടിച്ചു വിടണമെന്നും ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹുവേ, ഞങ്ങളെ നീ സ്വീകരിക്കണേ അല്ല, ഞങ്ങൾക്ക് ഹജ്ജിനുള്ള അവസരം നൽകണേ അല്ല. അള്ളാഹുവേ, ഹാജിയാക്കൾക്കെല്ലാം നീ പൂർണ്ണമായ സുരക്ഷിതത്വം നൽകണേ അല്ല.